ട്രിപ്പാണ് വാഗമണ്ണിൽ പോകുന്നത്. ഏകദേശം 140 കിലോമീറ്ററാണ് നമുക്ക് വാഗമണ്ണിലേക്കുള്ളത്. ഹൈവേ പോലീസ് കൈ കാണിച്ചിട്ട് ഇല്ല വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞത് ചെക്ക്. വെള്ളമൊക്കെ വളരെ കുറവാട്ടോ. അങ്ങനെ ഞങ്ങൾ ഏലപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കും. വണ്ടി എന്തോ നല്ല മിസ്സിങ്. പിന്നെ റൂം എടുത്തത് നമുക്ക് 700 വെച്ച റൂമിനൊക്കെ ആയുള്ളൂ. വണ്ടി എവിടം വരെ എത്തുമെന്നോ എന്തോന്നും ഒരു പിടുത്തമില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണുക. വണ്ടി നല്ല മിസ്സിങ്, സെൻസർ കിലോമീറ്റർ ഒന്നും വർക്കാവുന്നില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തുനിന്ന് വെച്ച് തരുന്നത് നല്ലതാ. ഞങ്ങൾ ഇന്നലെ വന്ന് ഏലപ്പാറയിൽ റൂമൊക്കെ എടുത്ത്. പിന്നെ റൂം എടുത്തത് നമുക്ക് 700 വെച്ച റൂമിനൊക്കെ ആയുള്ളൂ. അത് മാത്രമല്ല, മുട്ടനൊരു പണി കിട്ടി. വണ്ടി നല്ല മിസ്സിങ്. എൻ്റെ വണ്ടി, ഒരാളുടെ വണ്ടി കുഴപ്പമില്ല, വണ്ടി നല്ല മിസ്സിങ് ആയതുകൊണ്ട് ഇന്ന് എപ്പോൾ ഓടിയെത്തും. ഇന്ന് ഞായറാഴ്ചയും കൂടെയാണ്. ഇന്നലെ രാത്രി തന്നെ പോയി സ്പാർക്ക് പ്ലഗൊക്കെ മാറിയതാണ്. അതിൽ അപ്പോൾ വിഷയമായിട്ട് തോന്നിയില്ല. ഇന്ന് രാവിലെ എടുത്തപ്പോൾ വീണ്ടും മിസ്സിങ് ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഏലപ്പാറയിൽ നിന്ന് പിന്നെ വാഗമണ്ണിലേക്ക് പോവാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടുകൊണ്ടൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. വണ്ടി എവിടം വരെ എത്തുമെന്നോ എന്തോന്നും ഒരു പിടുത്തമില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണുക. വണ്ടി നല്ല മിസ്സിങ്, സെൻസർ കിലോമീറ്റർ ഒന്നും വർക്കാവുന്നില്ല. വണ്ടി എന്തായാലും ചെറുതായിട്ട് ഓടി പോകുന്നുണ്ട്. പിന്നെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. നല്ല അടിപൊളി സൈറ്റ് സ്ഥലമാണ്, അതിമനോഹര. ഇച്ചിരി അങ്ങോട്ട് പോവല്ലേ, ഇനി വാ. പട്ടിയുണ്ടേ? ബാഗ് ഇനി എടുത്തോ, തോളിലിട്ടായിരുന്നു മതിയായിരുന്നു. എവിടെ? അവിടെ പോയിട്ട് അവിടുന്ന് ഒന്നും കൂടെ ഓടിവാ. അങ്ങ് ഭാവിയും പോ. കൊളയിട്ട് അടിച്ചാടാ നോട്ട്. ചെറുത് 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 ചെറുത്. ചെറുക്കന്റെ കാലിൽ മാത്രം ഒരു അട്ട അടിച്ചിട്ട് എന്നാ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോവാം. പെട്ടെന്നങ്ങ് പോവാം. വാപ്പി പറഞ്ഞില്ല, വേണ്ട അട്ട ഉണ്ടേ. സമയത്തുള്ളതേ ഉള്ളായിരുന്നു, പേടിപ്പിച്ച് പുഴു എന്ന് പറയുന്നത്.
നടക്കുന്നുണ്ടോ? വണ്ടിയുടെ കാര്യമുള്ളല്ലേ മണിയായി പോയത്. പക്ഷേ വണ്ടിയും കൂടെ ഓക്കെ വരുന്നത് അടിപൊളിയായിരുന്നു. ഞായറാഴ്ച കയറ്റാനും പറ്റത്തില്ല വണ്ടി സർവീസിന്. പക്ഷെ വണ്ടി കയറ്റം കയറി പോകുന്നതിന് കുഴപ്പമില്ല. ഇറക്കാറങ്ങി വരാൻ നേരത്തെ എനിക്ക് തോന്നുന്നത് ആ ബോർഡിന്റെ അവിടെ വരെ ഇതിൻ്റെ ഭാഗം 7 കിലോമീറ്റർ. പിന്നെ മുകളിൽ കയറണല്ലേ? ഞങ്ങള് വാഗമൺ അഡ്വഞ്ചർ അവിടെ വന്നതാണ്. അപ്പോഴത്തേക്ക് ഭയങ്കരമായ മഴയും ഒന്നും കാണാൻ വയ്യാത്ത കോടയും. മറ്റൊരു അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നു. ആ നല്ല ഭയങ്കരമായ മഴ, നല്ല സൂപ്പർ മഴ. ഹൈ താരയിരിക്കുന്നത് നോക്കൂ, കണ്ണാൻ ഐ ലവ് വാഗമൺ എഴുതിയിട്ടുണ്ട്. പക്ഷേ കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് നല്ല സൂപ്പർ മഴയാണ്. വാഗമൺ അഡ്വഞ്ചർ സോണിൽ നിൽക്കുകയാണ്, അഡ്വഞ്ചർ പാർക്കിൽ. അതുകൊണ്ട് കാര്യമായി. അല്ലെങ്കിൽ ഫുള്ള് മഴ ഫുള്ള് നനഞ്ഞാനിന്ന്. ഒരു രക്ഷയില്ലാത്ത മഴയും കോടയുമായിട്ട് ഞങ്ങൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നിൽക്കുകയാണ്. ഗൈസ് ഒരു രക്ഷയില്ലാത്ത കോട കൂടെ. ഒന്നും ചെയ്യാനില്ല, കോട കാരണം ഒന്നും കാണാനേ വയ്യ. ഇത് മിക്കവാറും ട്രിപ്പെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. ആ തെളിഞ്ഞു വരുന്ന കേട്ടാ, തെളിഞ്ഞു വരുന്നുണ്ട്. ല്ല ഞങ്ങള് അങ്ങനെ വാഗമണിലെ പൈൻ ഫോറസ്റ്റിൽ ഭയങ്കരമായ ശനി ഞായറായതുകൊണ്ട് കോളേജ് പിള്ളേരൊക്കെ ഒരുപാട് കോളേജ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കരമായ തിരക്കും ഭയങ്കരമായ മഴ. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ കോട കയറി വരുന്നതേ ഉള്ളൂ. പക്ഷെ ആംബിയൻസ് അടിപൊളി ആംബിയൻസ് ആണ്. പക്ഷേ സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണ് അവസ്ഥ ഇവിടുത്തെ. മരം കിട്ടുന്ന രീതിയിൽ എടുത്ത് അങ്ങനെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാരങ്ങനെ ഭയങ്കരമായ അല്ലോ മിസ്റ്റടിച്ചിരിക്കുന്നു. ഭയങ്കരമായ മഴയും കോടയും. ഈ ഒരു സമയത്ത് ആരും ഇങ്ങോട്ട് വരരുത്. ഒരു കാരണവശാൽ ഇങ്ങോട്ട് ഈ ശനി ഞായർ ആരും വാഗമണിലോട്ട് വരല്. അതും പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത്. ഇത് ഞങ്ങൾ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഒരു കാരണവശാൽ ഈ സമയത്ത് ഇങ്ങോട്ട് വരരുത്. അടിക്കല്ലേ, വീട് ഇതെങ്ങനെ പോവാൻ നോക്കട്ടെ വീഴാതെ. മക്കളോട് ചിലരെ നിന്നേ നിൽക്കണേ. ഇതിപ്പം വാഗമൺ മുട്ടക്കുന്ന് എത്തിയിട്ടുണ്ട്. വാഗമൺ ഹിൽ സ്റ്റേഷൻ. എത്ര 35 എൻട്രി ഫീസ്? ഏതാ 30? 32? മൊത്തത്തിൽ എത്രയും 4 പേർക്ക് 130 അല്ലേ?
അന്തോ ഇമാർക്ക് എന്തിനാ എടുത്തേ? ഞാൻ പറഞ്ഞ പിള്ളേരുണ്ടെന്ന് പറയണ്ട, ഇമാർക്ക് എടുക്കണ്ട, ചുമ്മാ അല്ല. ഇതിനൊക്കെ എന്തോ ചെയ്യണം. ആ മഴയെ ഇടിമിന്നലുള്ള സമയത്ത് മുട്ടക്കുണ്ടിക്കറി കയറാൻ ഇടിമിന്നലേക്കാൻ സാധ്യതയുണ്ട്. വാ. എന്തുകൊണ്ടും നല്ല ഒരു മോശപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു. പക്ഷേ വേറൊരു എക്സ്പീരിയൻസ് ഉള്ള ട്രിപ്പായിരുന്നു ഇത്. എന്റെ പൊന്നോ, ഫുള്ള് മഴയും കോടയും. ആ വണ്ടിയും കംപ്ലൈന്റ് ആയി, ഇതുവരെ മിസ്സിങ്ങിൽ ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നു. ഒന്നാമത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ടൂ വീലർ വർക്ക്ഷോപ്പുകൾ അവധിയാണ്. സംഭവം അടിപൊളി ക്ലൈമറ്റ് ഒക്കെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. യോഗമില്ല. നീ ഇനി ആ പാട്ട് പാടല്ലേ, നീ ആ പാട്ട് പാടിയതിന് ശേഷം ഇവിടെ മൊത്തം മഞ്ഞും കോട ഇറങ്ങിയിട്ട് ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയായത്. തുരപ്പനാ. ഇന്നാളൊക്കെ ഇതേ സ്ഥലത്തെത്തിയപ്പോഴത്തേപ്പ ഇങ്ങനെ ആയിരുന്നല്ലേ. വരുന്നില്ലേ? അപ്പൊ ഇന്നാളൊക്കെ അങ്ങനെ ആയിരുന്നല്ലേ. വാ മക്കളെ, ഇഞ്ഞു വാ. വാപ്പി വരുമല്ലേ, വാപ്പി കൊണ്ടുപോകാൻ വരുമല്ലേ. എന്നാ ഈ ഹെൽമെറ്റ് ഇവിടെ, വാപ്പി വരുമല്ലേ. ദാ വരുന്നു. ആഹാ, ഓഹോ, കരയുന്നൊക്കെ കിട്ടിയല്ലേ. നീ ആ പാട്ട് പാടല്ലേ. അപ്പുറത്ത് കയറിയിട്ട് വെറുതെ ഇറങ്ങി വന്ന് തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ചെറുക്കനെ പോലും കാണാൻ പറ്റിയില്ല. എന്തി ഐഫോൺ ഉണ്ടല്ലേ, ഐഫോണിലിട്. പച്ചക്കുതിരേ, ഇറക്കി വിടല്ലേ. സാലി അങ്ങനെ ഇപ്രാവശ്യത്തെ വാഗമൺ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. 140 കിലോമീറ്റർ ഇവിടെ നിന്ന്. അത് ഇനിയിപ്പം എങ്ങും കയറാനൊന്നും നിൽക്കുന്നില്ല, ഇത് നിന്നിട്ടും കാര്യമില്ല. പക്ഷെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. വണ്ടിയും കൂടെ ഇതായതുകൊണ്ട് ഇനിയിപ്പം നിൽക്കുന്നില്ല. പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ള കുറച്ച് അത്യാവശ്യങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പോവുക. മോനഞ്ഞോട്ട് ചാവി. ഞങ്ങളങ്ങനെ പോവാണ്. അപ്പോൾ അടുത്ത മഴയ്ക്കുള്ള കോട കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് ശനി ഞായർ. വാഗമൺ വരുന്നവർ ശനി ഞായർ ഒഴിവാക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കോളേജ് പിള്ളേരൊക്കെ ഒരുപാട് കയറുന്നുണ്ട്, ടൂറുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. നല്ല കോട കയറുന്നുണ്ട്. കോടയിൽ നല്ല മഴ പെയ്യും. അതുകൊണ്ട് നമ്മൾ പോവാണ്. ഞങ്ങൾ തിരിച്ച് വാഗമൺ മുട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി പണിപാളിയ ട്രിപ്പിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണിപാളിയ ട്രിപ്പ് കൂടെ
അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് തന്നെ യാത്രയായി. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്നാണ് വന്നത്. ഏകദേശം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് രാത്രി 10 മണിയോളമായി. ഞങ്ങൾ യാത്ര പോകുന്നത് ഡിസംബർ മാസമാണ്. ഡിസംബർ 1 ഞങ്ങൾ യാത്ര പോകുന്നത്. പക്ഷേ വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്. എന്താ പറയുക, നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് വെതർ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെതറായിരുന്നു. പക്ഷേ അൺപ്രഡിക്റ്റബിളായിട്ട് പെട്ടെന്ന് ചേഞ്ച് ആയിട്ടാണ് നല്ല മഴ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും യാത്ര പോവുക. നമ്മളെ കേരളത്തിലെ മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതെല്ലാം കാണുക, എക്സ്പ്ലോർ ചെയ്യുക. അതെല്ലാം ഒന്ന് മനസ്സിൽ തന്നെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക, ഫോട്ടോ ആക്കി തന്നെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക. പറ്റുന്നുള്ളവർ ഇതുപോലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. മക്കളവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ വാപ്പി? ഇതെന്തോടാ ശബരിമല കയറി പോന്നാ?